ഞാനിപ്പോൾ ഈ കാണാൻ പോകുന്ന സ്ഥലം നമ്മുടെ പാലക്കാട് ജില്ലയുടെ ഏതാണ്ട് ഹൃദയ ഭാഗത്താണ്. അവിടെ പാലക്കാട് കോട്ടയെന്നും ടിപ്പു സുൽത്താൻ്റെ കോട്ടയെന്നും അറിയപ്പെടുന്ന ഒരു വലിയൊരു മനോഹരമായൊരു കോട്ടയുണ്ട്. ആ കോട്ടയ്ക്കുള്ളിലെ കാഴ്ചകളാണ് നമ്മൾ നേരെ അങ്ങോട്ട് കയറി കാണുന്നത്. ഈ കോട്ടയ്ക്കുള്ളിലേക്കുള്ള പ്രവേശനം ഈ നാല് ചുറ്റും കിടക്കുന്ന ഈ കിടങ്ങിൻ്റെ മേളിൽ കൂടി ഇപ്പോൾ ഒരു പാലമുണ്ട്. ആ പാലം വഴിയാണ് നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഇതുകൊണ്ടോ കിടങ്ങിൻ്റെ അകത്ത് ആ കാലത്ത് മുഴുവനും മുതലകളായിരുന്നു. ഒരു തരത്തിലും ആർക്കും അങ്ങോട്ട് പ്രവേശനം പറ്റില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നിറച്ചും മീനുകളാണ്. ഇഷ്ടംപോലെ മീനുകളും ഇഷ്ടംപോലെ ആമകളുമാണ്. അത് കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ഇഷ്ടംപോലെയുണ്ട്. ഒരുപാട് ആൾക്കാർ ഇത് ഇങ്ങനെ ഇതിലെ നീന്തി തുടിക്കുന്ന കണ്ടുകൊണ്ട് അവിടെ നിൽപ്പുണ്ട്. അതുകൊണ്ട് ആ കാണുന്ന മുഴുവൻ മീനുകളാണത്. അതിങ്ങനെ കൂട്ടത്തോടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ ആമകൾ ഈ സൈഡിലെല്ലാം ഇരുന്ന് വെയിൽ കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാഴ്ച. അത് കാണാൻ നല്ല രസമുണ്ട്. ഈ തലയൊക്കെ മുമ്പിലേക്ക് ഇങ്ങനെ നീട്ടി ഇട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഇത് കോട്ടയ്ക്കുള്ളിലെ കാഴ്ചകളാണ്, നമ്മൾ കാഴ്ചകൾ കാണാം. ഏതാണ്ട് ഇതേ രീതിയിൽ തന്നെയായിരുന്നു ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം കാണിച്ചിരുന്നു. കന്യാകുമാരി ജില്ലയിലുള്ള ഒരു കോട്ട, വട്ടക്കോട്ട എന്ന് പറയുന്നത്. ഈ കോട്ടകളെല്ലാം ചിലപ്പം ഒരേ രീതിയിലായിരിക്കാം. നല്ലൊരു അന്തരീക്ഷം കേട്ടോ അകത്തോട്ട് വരുമ്പോൾ. ഇന്ന് സന്ദർശകർ ഒരുപാടുണ്ട്. ഇതുകൊണ്ടോ എവിടെ നിന്നൊക്കെയോ വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നല്ല മനോഹരമായ കുറേ കാഴ്ചകളും ഒരു ഉദ്യാനങ്ങളും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. ഈ കോട്ടയ്ക്കകത്ത് കുറച്ച് കാലം മുമ്പ് വരെ ഒരുപാട് ഓഫീസുകളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. ഇതുകൊണ്ട് പ്രധാനപ്പെട്ട പല ഓഫീസുകളും ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ പക്ഷേ ഒന്നുമില്ല. പിന്നെ ഒരാൾക്ക് ഇങ്ങോട്ടുള്ള പ്രവേശന ഫീസ് 25 രൂപയാണ് കേട്ടോ. ഇത് പെട്ടെന്ന് നമ്മൾ വിചാരിക്കും ജയിലാണ്. ഇത് അതിൻ്റെ മുകളിലത്തെ കൗണ്ടർ നമ്പർ 1, കൗണ്ടർ നമ്പർ 2 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവിടെ എന്തോ ഈ നമ്മുടെ പാലക്കാട് കളക്ട്രേറ്റ് വരുന്നതിന് മുമ്പ് വരെ ഇവിടെ എന്തൊക്കെയോ ഓഫീസുകൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണെന്നാണ് അറിഞ്ഞത്. പിന്നെ ഇതിൻ്റെ പുറകിലൊരു ജയിലും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ജയിൽ പ്രവർത്തിക്കുന്നില്ല. ഈ കോട്ട 1766 ടിപ്പു സുൽത്താൻ്റെ അച്ഛൻ ഹൈദരലിയാണിത് നിർമ്മിച്ചത്. പക്ഷേ അറിയപ്പെടുന്ന ടിപ്പു സുൽത്താൻ്റെ കോട്ട എന്നാണ് അറിയപ്പെടുന്നത്. ഇതുകൊണ്ട് മുഴുവൻ മരങ്ങളും ഒക്കെയാണ് നിൽക്കുന്നത്. നല്ല രസമല്ലേ, നല്ലൊരു അന്തരീക്ഷം കേട്ടോ ഇവിടെ. ഇനിയിപ്പോൾ കോട്ടയുടെ മുകളിലോട്ട് നമുക്ക് പോകാം. അവിടുത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്, കാണിക്കാം. ഇതെല്ലാം ആ കാലത്ത് കെട്ടിയ കരിങ്കൽ പടവുകളാണ്. ഈ പടവുകളൊക്കെ ഇപ്പോഴും എത്ര മനോഹരമായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത് കണ്ടോ, കൊള്ളാം. ഇതൊക്കെ ശരിക്കും ആ കാലത്ത് എത്ര ആൾക്കാരുടെ അധ്വാനമായിരിക്കും ഇതുപോലെ ഒരു കോട്ട കെട്ടി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ. മൊത്തം കരിങ്കല്ലാണ് കണ്ടോ. അന്ന് വാഹനങ്ങളോ മറ്റു സൗകര്യങ്ങളോ ഒന്നുമില്ല. ആ ഒരു സമയത്താണ് ഇതുപോലെ ഒരു കോട്ട കെട്ടിയെടുത്തിരിക്കുന്നത് നമ്മൾ ചിന്തിക്കണം. ഈ ഭാഗത്ത് ഇവിടെ എന്തോ ചെറിയ പണി എന്തോ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇങ്ങേ ഭാഗത്തൂടെ എല്ലാം നടന്നു പോകാം. കണ്ടില്ലേ, ചുറ്റും കരിങ്കല്ലെല്ലാം കെട്ടിയിട്ട് ഈ കിടങ്ങുകളൊക്കെ അന്ന് നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ എത്ര പാടുപെട്ടിട്ടുണ്ടാകും. ഒരു പക്ഷേ അവിടെ നിന്ന് കുഴിച്ചെടുത്തിരിക്കുന്ന മണ്ണ് കൊണ്ടായിരിക്കാം ഇവിടെ ഈ കോട്ടയുടെ മുകൾ ഭാഗം ഇതുപോലെ ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത്. കോട്ടയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് കേട്ടോ ഇത്. നല്ല എത്ര ഭംഗിയാണെന്ന് നോക്കി. ആ കരിങ്കല്ല് കെട്ടിയെടുത്തിരിക്കുന്നത് നോക്കി, എത്ര നല്ല ഭംഗിക്കാണെന്നുള്ളത്. അത് ഇപ്പോഴെങ്ങുമല്ല, വർഷങ്ങൾക്ക് മുമ്പ് 1766 ഇത് പണി കഴിപ്പിച്ചത്. എത്ര യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു കോട്ടയാണ് ഈ ടിപ്പു സുൽത്താൻ കോട്ട. ഒരുപാട് ചരിത്രങ്ങൾ ഇവിടെ ഉറങ്ങുന്ന ഒരു കോട്ട തന്നെയാണ്. ഇപ്പോൾ ഈ കോട്ടയുടെ സംരക്ഷണം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ്. അതുകൊണ്ട് അവർ നല്ല രീതിയിൽ തന്നെ ഇത് എല്ലാം സംരക്ഷിച്ച് പോരുന്നുണ്ട്. നല്ല വൃത്തിക്കാണ് എല്ലാം കിടക്കുന്നതെല്ലാം. ഇവിടെ കോട്ടയ്ക്ക് മുകളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ അങ്ങ് താഴെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടോ. ഇവിടെ ഇത് കണ്ടോ, ഒരു ആൽമര ചുവട്ടിൽ കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന കുറേ ആൾക്കാർ. ഇവരെല്ലാം ഏതൊക്കെയോ നാടുകളിൽ നിന്നും വന്ന് ഈ കോട്ടയിലെ കാഴ്ചകളൊക്കെ കണ്ട് വിശ്രമിക്കുന്നവരൊക്കെ ആയിരിക്കാം. സത്യം പറഞ്ഞാൽ നമ്മൾ ഇതിലെ വെറുതെ നടക്കുമ്പം തന്നെ നമുക്ക് ഉറക്കം വരും. അത്ര നല്ല കാറ്റുമാണ്. ഒരുപാട് പേര് താഴെ അപ്പുറത്ത് മാറി കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. നല്ല സുഖമായിട്ട് ഉറങ്ങുന്നവരുമുണ്ട്. കാണിച്ചു തരാം ഞാൻ. അതുകൊണ്ട് എൻ്റെ പുറയിലൊക്കെ ഈ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഒരുപാട് പേര് കിടന്നുകൊണ്ട് ഉറങ്ങുന്നത് കണ്ടോ. ഉറങ്ങണ്ട, ഇങ്ങോട്ട് വന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഉറക്കം വരും. ഭയങ്കര കാറ്റാണ് ഇവിടെ, ഒരു രക്ഷയില്ല. നല്ല സുഖമായൊരു കാറ്റും അന്തരീക്ഷമൊക്കെ ഇവിടെ. ഇഷ്ടംപോലെ ആൾക്കാരാണ് ഇവിടെ. ഇങ്ങനെ പച്ച പുല്ലല്ലേ. ഇപ്പോൾ ഒരു വെയിലൊക്കെ വന്ന സമയത്താണ് ഇവിടെ ഒരു പുല്ലിനൊക്കെ ഒരു ചെറിയ വാട്ടം ഉണ്ടെന്നേ ഉള്ളൂ. എന്ത് കാറ്റാണെന്നറിയാം കോട്ടയ്ക്കകത്ത്. മുഴുവൻ മരങ്ങളാണ് കേട്ടോ.
ഇതങ്ങനെ നടന്ന് കാണാൻ വേണ്ടി ഒരുപാടുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി കാണിച്ചിട്ടുള്ളൂ. ഇതുകൊണ്ട് ഇവിടെ വരുന്നവരെല്ലാം ഈ പുല്ലിൻ്റെ അകത്ത് കിടന്നുകൊണ്ട് ഉറങ്ങും. കാരണം അത് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോവും. ഇപ്പം എൻ്റെ കൂടെ വന്നവരൊക്കെ മാവിൻ്റെ ചോട്ടി വെറുതെ ഇരിപ്പുണ്ട്. ഇപ്പം ഞാൻ നോക്കുമ്പോൾ എല്ലാവരും ആ സൈഡിലൊക്കെ ഇങ്ങനെ ചാഞ്ഞ് ഇരിപ്പുണ്ട്. ഈ കോട്ടയ്ക്കുള്ളിലെ കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടും തീരത്തില്ല. കാരണം ഇത് ചുറ്റി കറങ്ങണ കുറേ ഏരിയ ഉണ്ട്. വളരെ മനോഹരമായ നല്ലൊരു കാഴ്ച തന്നെയാണ്. ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. നിങ്ങളൊക്കെ എപ്പോഴെങ്കിലും ഈ പാലക്കാട് വരുമ്പോഴത്തേക്കും ഈ കോട്ടയം കൂടി ഒന്ന് വന്ന് കാണുന്നത് നന്നായിരിക്കും. ഇനി ഇവിടുന്ന് നമ്മൾ ഈ മലമ്പുഴയിലേക്കൊക്കെ പോകാൻ കുറച്ച് ദൂരമേ ഉള്ളൂ. മലമ്പുഴ പോകുന്ന വഴിക്കൊക്കെ ഈ പാലക്കാട് കോട്ടയിൽ വന്ന് കയറി പോകാവുന്നേ ഉള്ളൂ. നല്ല സുന്ദരമായ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് ഇവിടെ. ഇത് കണ്ടോ, ഒരുപാട് ആൾക്കാരിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇവരെല്ലാം തിരിച്ച് പോകുന്നവരാണെന്ന് തോന്നുന്നു. കുറേ ആൾക്കാർ അകത്തോട്ട് കയറുന്നു, കുറേ അധികം ആൾക്കാർ തിരിച്ച് പോകുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഇതിൻ്റെ അകത്ത്. കാണേണ്ട കാഴ്ചകളൊക്കെ തന്നെയാണ് ഈ കോട്ടയ്ക്കകത്തെ. പാലക്കാട് പൊതുവെ ചൂട് കൂടുതലാണെങ്കിലും പക്ഷേ ഇവിടെ നിന്നിട്ട് ചൂട് അറിയുന്നേ ഇല്ല കേട്ടോ. അപ്പോൾ ഇതിലേ വരുന്നവരൊക്കെ ടിപ്പു സുൽത്താൻ്റെ കോട്ടയൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇങ്ങോട്ടുള്ള പ്രവേശനത്തിൻ്റെ സമയം രാവിലെ 8 മുതൽ വൈകിട്ട് 6 മണി വരെ. ഒരാൾക്ക് 25 രൂപ.